എന്താ റബ്ബേ അത്രക്ക് വയ്യാലേ? വയ്യാറ തീരെ വയ്യ. ശരി ട്ടോ. എന്തപ്പോ സംഭവം? ഒരു തുമ്മലങ്ങട് വരും. ആ തുമ്മലങ്ങട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തുമ്മി 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 തുമ്മിയിട്ട് അതൊരു മാല പോലെ അങ്ങോട്ട് വരും. ആ വന്നു കഴിഞ്ഞാ പിന്നെ കമ്മലായി വളയായി കമ്മലും വളയും. എന്റെ മന്മത അതൊന്നും അല്ല. പിന്നെ മലന്നങ്ങട് കിടന്നാ മതി, ശ്വാസം കൂടിയും കിട്ടില്ല. എന്താണ്? അല്ല സത്യ, അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് ഇത് കാര്യമായിട്ടുള്ള എന്തോ ഒരു അസുഖമാണ്. എന്താ ഇതിനൊരു പേര് പറഞ്ഞല്ലോ? ഭ്രാന്തെന്ന്. എന്താണ്? ഭ്രാന്താണെന്ന്, അല്ലാണ്ട് വേറൊരു അസുഖം. ഈ വക കളിയന്മാരാ പിന്നെ എങ്ങനെയാണ്? അല്ല അനക്കേ സത്യ, എനിക്ക് കുറെ മുമ്പ് ഈ പെടലിക്ക് ഇങ്ങനെ ഒരു വേദന പോലെ ഒരു ഇതുണ്ടായിരുന്നു പറഞ്ഞിട്ട്, നീര് അതിന് വന്നു. അത് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കന്നെ അത് പോയി. അതൊന്നും അങ്ങനെ എന്താണ് വെറുതെ കുറയ്ക്കാൻ അതിങ്ങനെ ഒരു വേദന അതിങ്ങനെ ഉണ്ടെന്ന് തോന്നിയതാ. അല്ല ഇതിപ്പോ അങ്ങനത്തെ ഒന്നല്ലല്ലോ. ഇതല്ല, ഇതിങ്ങോട്ട് തുമ്മിക്കഴിഞ്ഞാ പിന്നെ വേദന ഇങ്ങോട്ട് വരികയാണ്, കൊട്ട കണക്കിട്ട് വരുന്ന വരിക. എന്താ നിനക്ക് ഇത് കാണിക്കൽ കണ്ടു കഴിഞ്ഞാലേ സൂക്കടേരം ഞാനും ക്ഷീണം മൊത്തം എടുക്കുക. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഒരു ചായ കുടിക്കാം. എന്ത് ഈ ഉച്ച നേരത്തെ ചായ കുടിക്കുക? എന്റെ പൊന്നളിയ, അവർ ഇത്ര നേരം ഇവിടെ കാത്തിരുന്നായിരുന്നല്ലേ, ഒരു കട്ടൻ ചായ കൂടി കൊടുക്കാൻ എങ്ങനെ പറഞ്ഞേക്കണത്? അല്ലാതെ ഒരു ചായ കുടിക്കണേന് ഇപ്പൊ എന്താ, ഒരു ചായ കുടിച്ചിട്ട് ഒരു കട്ടൻ മതി. പാൽ ചായ ആയിക്കോട്ടെ. ഓ പാല് കൂട്ടിയിട്ട് മധുരം കുറയ്ക്കണ്ട. ആ എനിക്കൊരു കാര്യം ചെയ്യല്ലേ, ശേഷം മധുരം കുറച്ചിട്ട് മതി. അളിയനാണോ? വേണ്ടേ? അളിയന് വേണ്ട കേട്ടോ. അപ്പൊ 3 മതി കേട്ടോ. ചെല്ലേ ചെല്ലേ, എടുത്തോ. മണ്ടേച്ചി, എനിക്ക് ചായ ഒന്ന് ആറ്റിച്ചെടുക്കണേ. ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത്? വയ്യ. ശരിക്കും വയ്യട്ടാ, കാണുമ്പോ തന്നെ അറിയാം. നല്ല തളർച്ചയുണ്ട്, നല്ല വിളർച്ചയുണ്ട്. ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് അടിമുടി ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. അത് നല്ലതാ, പക്ഷെ അതിന് അളിയൻ്റെ അടുത്ത് കാശില്ല. അത്രേ ഇപ്പൊ ഉണ്ടല്ലേ. മണ്ടു, എന്തേ തീരെ വയ്യേ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. എടി, അപ്പൊ സത്യനെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ നിനക്കും കൂടി ഒന്ന് കാണിക്കായിരുന്നില്ലേ? അതിന് മാത്രമൊന്നും ഇല്ല. മൂപ്പർക്ക് ഒരു തുമ്മല് വന്നപ്പോഴേക്ക് ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയില്ലേ? നീ ഇപ്പൊ എത്ര ദിവസമായിട്ട് ഈ വയ്യാണ്ടിരിക്കണു? നിന്നൊന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തോന്നി അയാൾക്ക്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഏട്ടന് വയ്യാത്തോണ്ടല്ലേ? ആ, നിന്നെ പോലുള്ളവർ ഇങ്ങനെ എഴുതരം കൊടുത്തടി, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആണുങ്ങൾക്ക് മൂക്കിന്റെ തുമ്പത്തൊരു പനി വന്നാൽ മതി, അപ്പൊ പോവും ഹോസ്പിറ്റലിലേക്ക്. പെണ്ണുങ്ങൾ ഇങ്ങനെ വയ്യാണ്ട് എത്ര ദിവസം കിടന്നാലും അടുക്കളയിൽ നിറങ്ങുക, അതന്നെ അല്ലേ? ചേട്ടൻ ചുമ്മാ വഴക്കുണ്ടാകാതെ പോയോ? എന്നാ കൊണ്ടാ ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കോളാം. ചെല്ല്. എന്താ
മണ്ടു ഞാൻ തുമ്മി. എന്താ ഞാൻ തുമ്മീന്ന്. ഇത് പറയാനാണ് എന്നെ ഇപ്പൊ വിളിച്ചേ. കിടക്കാൻ സമ്മതിക്കൂല. നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാൻ തുമ്മിന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നുമില്ലല്ലോ. അല്ല ഒരു ഞെട്ടല്ലെങ്കിലും തോന്നുന്നുണ്ടാവില്ലേ? കണ്ട സത്യേട്ടോ സത്യേട്ടോ അതാരാ? എന്ത് ആരാ? പാരിയാണ് യൂത്ത് വിങ്ങിലാ. വ്യാരിയാണ് വ്യാരി. പോയിന്നോ? നമ്മൾ വന്ന എന്തൊരു പരിപാടിയില്ലേ ചലഞ്ച്? എന്ത് ചലഞ്ച്? ബിരിയാണി ചലഞ്ച്. അന്നാ ശരിക്കും സംഭവം. ഇപ്പൊ എല്ലാരും ഉണ്ടോ പരിപാടി? ഇതെനിക്ക് മീറ്റിംഗിൽ ഇരുന്ന് ചോദിച്ചോളൂ. ഉമ്മർത്ത് വന്ന് നിന്നിട്ടാണ് സംശയം ചോദിക്കണം. മിണ്ടായിരിക്കും. സത്യേട്ടാ അയ്യോ അവതൊന്നും പറയരുതട്ടോ. ആ ആ ആ എന്താ വ്യാരിയേ? സത്യേട്ടാ ഞങ്ങളേ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. എന്താണ്? നമ്മളൊരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എന്ത് ബിരിയാണി ചലഞ്ച്? സാന്ത്വന പ്രവർത്തനം. അത് ശരിയാ. ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടേ ആ. നമ്മള് മറ്റേ ആ റേഷൻ കടയുടെ സൈഡിലുള്ള ഹോളില്ലേ, ആ. അവിടെ ഇട്ട് കുറെ ബിരിയാണി വെക്കും. എന്നിട്ട് ഈ അയൽവക്കത്തെ വീടുകളിലൊക്കെ പൊതിഞ്ഞുകൊണ്ടെന്ന് കൊടുക്കും നാളെ ഉച്ചക്ക്. ആ അന്ന് നാളെ മേടിക്കാട്ടാ. സത്യേട്ടൻ ബുക്ക് ചെയ്താൽ മതി. എത്രണമെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന് തരും. അത് വേണ്ട. അയ്യോ ഇത് ലാഭ പരിപാടിക്ക് ചെയ്യണല്ല. ആ. ഇതിന്ന് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ നിർദ്ധനരായ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും. ഇപ്പൊ ബിരിയാണി കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് തീരെ സുഖമില്ല. ആൾക്ക് വയ്യ. അതെന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മറ്റേ നെയ്യൊക്കെ ഉണ്ടാവും അതിനകത്ത്. അയ്യോ. വയറൊക്കെ ഭയങ്കര പ്രശ്നം. ഇല്ലല്ല അങ്ങനത്തെ ബിരിയാണി അല്ല ഇത്. ആ. ഇത് നല്ല പ്യുവറായിട്ട് ഒരുപാട് വില കൂടിയ ബസുമതി അരി വെച്ചിട്ടാ വെക്കണത്. റേഷൻ കടയിലെ പച്ചരിയല്ലേ? റേഷൻ കടയുടെ ഇപ്പുറത്തിട്ടാ വെക്കണത്. ഉണ്ടായിരിക്കട പുറത്തെ. നമുക്ക് വാങ്ങാം. എന്ത്? നാളെ ഉച്ചക്ക് എന്തിനാ എന്റെ മണ്ടു? എനിക്ക് നാളെങ്കിലും റെസ്റ്റ് എടുക്കാലോ. അതെ 3 എഴുതാം അല്ലേ അപ്പൊ? ബിരിയാണി ഇപ്പൊ ഇവിടെ വേണ്ട, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓഹോ. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും സംഭാവന ഉണങ്ങാൻ തരാന്ന്. എന്നാ എഴുതിക്കോ. അതെന്താ എഴുതിക്കോ. 500 രൂപ എഴുതട്ടെ? 500 അത് പളിയനോട് ചോദിക്കണം. അല്ലെങ്കിൽ പുറത്ത് പോയത് അളിയപ്പോട് വരും. ആണോ? എന്നാ എടുത്ത് പൈസ എടുത്തോ. ഇല്ല അളിയൻ വരട്ടെ. അളിയൻ വരട്ടെ, ചോദിച്ചിട്ട് എഴുതാം. 4 ബിരിയാണി ആയിക്കോട്ടെ, 4 മുട്ട ഫ്രീ കൊടുക്കാം. ചോദിച്ചു നോക്കൂ. എന്താണ്? അല്ല 4 ബിരിയാണി ഓർഡർ ചെയ്യണവർക്ക് 4 പുഴുങ്ങിയ മുട്ട ഫ്രീ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ആകെ കണ്ണെടുത്തോളൂ. അത് വേണ്ടേ? ഒന്നും വേണ്ടേ? ഒന്ന് വേണ്ടാന്ന്, കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ല അത് അങ്ങനെയാണ് സത്യേട്ടൻ നമ്മൾ പറയുന്നത് വെച്ചാലേ പൈസ എന്തായാലും തരാം. നമ്മള് ഇവിടെ വന്ന് കഴിക്കാ. സത്യേട്ടന്റെ നമ്മൾ വിരുന്നിന് വിളിച്ചാ പോരെ. നടക്കൂല ഇവിടെ. അത് വേണ്ട ഞാൻ ശരിയാ. ചേച്ചിക്കോ പറ്റൂല? എന്നാ ശരി. പിന്നെ ഇങ്ങനെ മുടി മുറിക്കാലെന്ന് വിചാരിച്ചു. ബിരിയാണി വേണമെങ്കിൽ നല്ലത് മേടിച്ചു തന്നോടെ. അവന്റെ കണ്ടറിനോടെ വെറും തട്ടിപ്പായിട്ട് നടക്കുന്ന വർച്ചുകളാണെന്നുള്ളത്.